ഞങ്ങൾ ഇന്നലെ ഒരു എഗ് ബോയിലർ മേടിച്ചു. അത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു, എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട്. ചില ആൾക്കാരൊക്കെ മേടിച്ചിട്ടുണ്ടാവും, എന്നാലും ഞാൻ മേടിച്ചപ്പോൾ എനിക്കൊരു പരിചയപ്പെടുത്തണമെന്ന് തോന്നി. ഇത് എഗ് ട്രേ ആണ് കേട്ടോ. ഈ എഗ് ട്രേ ഇങ്ങനെ വയ്ക്കുക, വെള്ളം ഒഴിച്ചതിന് ശേഷം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടച്ച് വയ്ക്കുക. 12 മിനിറ്റാണ് ഇതിൻ്റെ വേവിൻ്റെ ടൈം കേട്ടോ. നമുക്കിത് എങ്ങനെയാണ് ബോയിൽ ചെയ്യാൻ നോക്കാം കേട്ടോ. ഇത് 120 മില്ലി വെള്ളമാണ് ഇതിൽ ഒഴിക്കേണ്ടത് കേട്ടോ. ഇതാണ് അളവ്. നമുക്കിതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ട്രേ ഇങ്ങനെ വയ്ക്കുക. വെള്ളം ഒഴിക്കുന്ന പാത്രത്തിൻ്റെ അടിയിലൊരു സൂചി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മുട്ടയുടെ തുമ്പിൽ, അതായത് അറ്റത്ത് ഇങ്ങനെ പതുക്കൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് വേണം മുട്ട ബോയിൽ ചെയ്യാൻ വയ്ക്കാൻ. ഇങ്ങനെ നമ്മൾ മുട്ട ഹോൾ ഇടാണ്ട് വെച്ചാലേ ഈ മുട്ടയൊക്കെ പൊട്ടി പുറത്തേക്ക് വരും. അതിനാണ് കുഞ്ഞൊരു ഹോൾ ഇടുന്നത് കേട്ടോ. നമുക്ക് എന്നിട്ടിത് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്യാം. അടച്ച് വെച്ചതിന് ശേഷം നമ്മൾക്ക് പ്ലഗിൽ സ്വിച്ച് ഓൺ ചെയ്ത് ഇനി ഈ ബോയിലറിൽ ഒരു സ്വിച്ച് ഉണ്ട്, അതൊന്ന് അമർത്തി കൊടുക്കണം. അപ്പോൾ അത് ടൈമായി തുടങ്ങി. ടൈം സ്റ്റാർട്ടായി. ഇനി 12 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ 12 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ അവിടുത്തെ ലൈറ്റൊക്കെ ഓഫായി. നമുക്കിനി സ്വിച്ച് ഓഫ് ചെയ്തിട്ട് തുറക്കാം കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. തുറന്ന് നോക്കുമ്പോൾ ഉണ്ട് മുട്ടയൊക്കെ വെന്തോരുണ്ടാകും. നമ്മൾ ഹോൾ ഉണ്ടാക്കിയത് ശരിയായില്ലെങ്കിൽ ഇങ്ങനെ പൊട്ടി പുറത്തേക്ക് ഒഴിക്കും. അതാണ് ഹോൾ ഉണ്ടാക്കിയിട്ട് വെക്കണമെന്ന് പറയുന്നത്. ഒരെണ്ണത്തിൽ ഹോൾ ഉണ്ടാക്കിയത് ശരിയായില്ല, അതുണ്ടായിരുന്നു. നമുക്കത് പൊളിച്ച് നോക്കാം. നമുക്കത് പൊളിക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് വേവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈയൊന്നും പൊള്ളില്ല. നല്ല ഭംഗിയിൽ പൊളിച്ചെടുക്കാം. ഇതുകൊണ്ട് മുട്ട പൊളിച്ചപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ ഒട്ടും പൊളിയാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാ മുട്ടയും പൊളിച്ചെടുക്കാം. ഇതാ നമ്മുടെ എല്ലാ മുട്ടയും നല്ല ക്ലിയറായിട്ട് പൊളിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കഴിച്ച് നോക്കാതെ പ്രത്യേകിച്ച് കഴിച്ച് നോക്കേണ്ട കാര്യമില്ലല്ലോ, നന്നായിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വേറൊരു ട്രേയും കൂടി ഉണ്ട് കേട്ടോ. അത് എഗ് പോച്ചർന്ന് പറയണ ബുൾസൈ ഒക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വെറുതെ കുട്ടികൾക്കൊക്കെ നമ്മൾ എരിവിടാണ്ടല്ലേ കൊടുക്കുക, അതുപോലെ ആവിയിൽ വേവിച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ കേട്ടോ.